ഹരി, നാളെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവും ആവും. പിന്നെ ഒരിക്കലും നമുക്ക് ഈ കുരിക്കിന്ന് രക്ഷപ്പെടാനാവില്ല. എനിക്കതറിയാം. പക്ഷേ ഞാനും ഇതിൽ അകപ്പെട്ടിരിക്കുകയല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി ആദ്യം വെറും കളിയായിട്ടൊരു കല്യാണം, പിന്നെ അവരെയും വിശ്വസിപ്പിക്കാൻ ഇപ്പൊ ഇതും. ഒന്ന് പൊട്ടിത്തെറിക്കാനോ പൊട്ടിക്കരയാനോ സ്വാതന്ത്ര്യം പോലെ ഇല്ലാതായി പോയല്ലോ. നിത്യ, ഹരി ഹരി ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒരു നിമിഷം എനിക്ക് മാറി ചിന്തിച്ചൂടെ എന്ന്. പറ്റുന്നില്ല. എന്റെ മനസ്സങ്ങനെ പാകപ്പെടുന്നില്ല. എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? എഴുന്നേക്ക്. പണ്ട് അമ്മാവൻ എന്നെ കളിയാക്കുമായിരുന്നു. കൂട്ടുകാർക്കൊരു പ്രശ്നം വന്നാൽ എനിക്ക് വാലിൽ തീ പിടിച്ച പോലെയാണെന്ന്, പിന്നെ അത് അവസാനിക്കാതെ കിടന്നുറങ്ങില്ല എന്ന്. ഇപ്പം ഏറ്റവും നല്ലൊരു ചങ്ങാതിക്ക് പ്രശ്നം വന്നപ്പോൾ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. മാപ്പ് കിട്ടി. അതല്ലാതെ ഈ അവസ്ഥയിൽ നമ്മൾ എന്താ പരസ്പരം പറയുക, അല്ലേ? വീണു പോകുന്നവരെല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, ലോകത്തിൽ ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന്. നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഒരുപാട് വായിച്ചു കൂട്ടിയിട്ടുണ്ട്, കുറേയൊക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു വരി പോലും മനസ്സിൽ തോന്നുന്നില്ല. ശൂന്യതയാ, വല്ലാത്തൊരു ശൂന്യത. ഒരു രാത്രിയുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മൾ തോൽക്കണോ ജയിക്കണോ എന്ന് ദൈവം തീരുമാനിക്കട്ടെ. അല്ല, അവനെന്താ കഴിക്കാൻ വരാത്ത? അറിഞ്ഞൂടമ്മേ, കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട. വെറുതെ ചെന്ന് വിളിച്ച് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? കഴിക്കാൻ കൂടെ വിളിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? നാളെ രാവിലെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ആരെന്ത് കാണിച്ചാലും സഹിച്ചല്ലേ പറ്റൂ. അമ്മ, വീണേ, വീണേ, വാതിൽ തുറക്ക്. വീണേ, വീണേ. എന്താ? ഹരി, അകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഡോറ് ലോക്ക് ചെയ്തിരിക്കാം. എടാ, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അവളുടെ നാളത്തെ ദിവസത്തേക്കുള്ള കോപ്പ് കൂട്ടല്ല. അമ്മ ഒരൊന്നും മിണ്ടാതിരുന്നേ. വീണയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഹരി, എങ്ങനെയും വാതിലൊന്ന് തുറക്കാൻ നോക്ക്. വീണേ, വീണേ. എടാ, തല്ലി പൊളിക്കൊന്നും വേണ്ട ഏട്ടാ. അതൊക്കെ ഇപ്പൊ ശരിയാക്കിയേ ഉള്ളൂ ഞാൻ. എടാ, നീ നോയിക്കേ, അബദ്ധം പറ്റിയത് എനിക്കാ.
ഇന്നത്തെ ദിവസം ഇവിടെ കിടത്താതെ അവളെ പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കണമായിരുന്നു. അപ്പൊ പിന്നെ ഈ വേഷക്കെട്ടൊന്നും കാണണ്ടായിരുന്നല്ലോ. അമ്മാവനൊന്നും മിണ്ടാതിരുന്നേ. ഓ ഹരി, വാതിൽ എങ്ങനെയും ചവിട്ടി പൊളിച്ചേ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ കിടന്ന് അവക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാല് വീണേ 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 ഹരി എന്താണ് വീണേ ഹരി, എന്തോ വിഷം മറ്റു കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ചിലപ്പോ ഫിറ്റ്സ് വന്നതിന്റെ ആയിരിക്കും. വീണേ, അയ്യോ വീണ. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞാ പിന്നെ പറഞ്ഞു എന്ന് പറയല്ലേ. കാര്യം ഞാൻ ക്രൂരതയെ പറയുന്ന, പക്ഷേ ഈ ചെയ്തത് വെച്ച് നോക്കുമ്പോഴല്ലോ ഇവിടെ പിടിച്ച് റോഡിന്റെ വക്കത്തോണ്ടുപോയി വെക്കണം. അവിടെ കിടന്ന് ചത്തോട്ടെന്ന് വിചാരിക്കണം. അമ്മാവ എന്ത്? അമ്മാവനൊന്നും മിണ്ടാതിരുന്നേ. ഒരാൾക്കൊരു ആപത്ത് വന്നാല് അതിന്റെ മുന്നിലിരുന്ന് കണക്ക് പറയുകയാണ് ചെയ്യേണ്ടത്. ഹരി, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. ഒന്നിനെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല. ഒരു ജീവന്റെ പ്രശ്നമായത്. താനൊന്ന് പിടിക്ക.